നമസ്കാരം. വെള്ളം അന്വേഷിച്ചെത്തിയ മലയാളി യുവാവിന് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. റിയാദ് ഇസ്കാനിലെ ജയിലിന്റെ മതിൽ കണ്ണൂർ സ്വദേശിയായ യുവാവ് അബദ്ധത്തിൽ ചാടിക്കടക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 28-ന് തൊഴിൽ വിസയിൽ ജിദ്ദയിലെത്തിയതാണ് ഇയാൾ. ജോലിയിൽ തുടരാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ തൊഴിലുടമ വിസ റദ്ദ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. റിയാദ് എയർപോർട്ട് വഴിയുള്ള വിമാനത്തിലായിരുന്നു ടിക്കറ്റ് കിട്ടിയത്. ജിദ്ദയിൽ നിന്നും ആഭ്യന്തര വിമാനത്തിൽ റിയാദിലെത്തി. എന്നാൽ പിന്നീട് ഇയാളെക്കുറിച്ച് വിവരമൊന്നുമില്ലാതെയായി. 2 ദിവസം കഴിഞ്ഞിട്ടും വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ജിദ്ദ നവോദയ വഴി നാട്ടിലെ ബന്ധുക്കൾ റിയാദിലെ കേളി പ്രവർത്തകരെ ബന്ധപ്പെട്ടു. കേളി ജീവകാരുണ്യ വിഭാഗം എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ യുവാവിനെ അവശ്യ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജെറിയർ യൂണിറ്റ് അംഗം ശ്രീലാലിന്റെ നേതൃത്വത്തിൽ 2 വിമാനത്താവളങ്ങളിലും മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ഇയാളെ കണ്ടെത്തിയത്. ജീവകാരുണ്യ കമ്മിറ്റി ജോയിന്റ് കൺവീനർ നാസർ പൊന്നാനി അൽ ഖർജയിൽ നിന്നും റിയാദ് വിമാനത്താവളത്തിലെത്തി ഇയാളെ ഏറ്റെടുക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഡോക്ടറുടെ കൗൺസിലിംഗിനും 6 മണിക്കൂറോളം നീണ്ട നിരീക്ഷണത്തിന് ശേഷം ഇയാൾ ആശുപത്രി വിട്ടു. നാസർ പൊന്നാനി അൽ ഖർജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയപ്പോഴാണ് മിലിറ്ററി ക്യാമ്പിൽ ഒരു ഇന്ത്യക്കാരനെ പിടികൂടിയതായി ഉള്ള അറിയിപ്പ് ലഭിച്ചത്. ചോദ്യം ചെയ്യലിന് ശേഷം റിയാദ് ജയിലിലേക്ക് അയച്ചതായും വിവരം കിട്ടി. ന്യൂ സനായിലെ ഇസ്കാൻ ജയിലിലായിരുന്നു ഇയാളെ അടച്ചത്. ഈ കുറ്റകൃത്യത്തിന് 12 ദിവസത്തോളം അവിടെ കിടക്കേണ്ടി വന്നു. ഒടുവിൽ നാസർ പൊന്നാനിയുടെ ജാമ്യത്തിലാണ് പുറത്തുവിട്ടത്. അൽ ഖർജിയിലെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ യുവാവ് വഴിതെറ്റി വിജനമായ പ്രദേശത്തിലൂടെ ഏറെ ദൂരം നടന്ന് ക്ഷീണിച്ചതിനാൽ വെള്ളം കിട്ടുമോ എന്നറിയാതെയായിരുന്നു മതിൽ ചാടിക്കടന്നത്. അത് സൈനിക ക്യാമ്പാണെന്ന് ഇയാൾക്ക് അറിയില്ലായിരുന്നു. ചാടി വീണത് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തായതിനാൽ മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് അൽ ഖർജ് പോലീസ് മേധാവി പറയുന്നത്. അകലെയായിരുന്നെങ്കിൽ അക്രമിയാണെന്ന് കരുതി ഉടൻ തന്നെ ഷൂട്ട് ചെയ്യുമായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.